ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവർക്ക് ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട്. ഭയങ്കര വിഷമത്തോട് പറയണ കേട്ടാ, ഭയങ്കര മോശം കമന്റ്സ് ടൈപ്പ് ചെയ്യും, മക്കളെയൊക്കെ ഇൻവോൾവ് ചെയ്യും. അങ്ങനെയുള്ളവന്മാരെ കൈ കിട്ടിയ ഇപ്പൊ കിട്ടിയാലും ഇടിക്കും. ഡയറക്റ്റ് ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്? ഒരാളെ ഞാൻ പൊക്കിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ പിള്ളേരെ പറയാൻ നമുക്ക് നോക്കും. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒരു പാട്ടിൽ പറയും. ചേട്ടൻ വൈഫിന് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിലും ഞാൻ പാട്ട് ചേച്ചി ഫോൺ എടുത്തു. ഫോൺ എടുത്തില്ലേ ഞാൻ അപ്പൊ വേറെ ആരെങ്കിലും വിളിക്കും. അവളിപ്പോ ആര്യല്ല, രണ്ട് ഫ്രണ്ടിൽ BH കൂടെ ഉണ്ട്, നിന്റെ ഭാര്യയാണ്. ഇവന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഒക്കെ കട്ടാണ്, അതറിയാവോ? ഇവന്റെ ഈ കോഴിത്തരൊക്കെ അവന്റെ ഭാര്യ കാണൂലേ? ഇപ്പോഴും മറ്റേ ഫോണാണ് അവളുടെ, ഇവന്റെ ചുടുകട്ട ഫോൺ. ചേട്ടന്റെ പേഴ്സണലി വരുന്ന നെഗറ്റീവ്സ് ഈ പറഞ്ഞ ആര്യ ചേച്ചിക്കൊക്കെ സ്പ്രെഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു റൈറ്റപ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എഴുതിയതാണ്. ഇവൻ കാരണം നിനക്കുണ്ടായിരുന്ന ഷോ കൂടെ നഷ്ടപ്പെട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ആര്യ എന്നെ വിട്ടിട്ട് അവൻ സംസാരിക്കാതിരിക്കും, ഒറ്റപ്പെടുത്തും എന്നുള്ള ഒരു അതായത് എന്ത് തേങ്ങാക്കൊല വന്നാലും ഞങ്ങൾ അടുപ്പിക്കാൻ പറ്റൂല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. സോ പിന്നെന്തിനാ പിന്നെ കേട്ടാ ബാ ഒരു നഗ്ന സത്യം വെളിപ്പെടുത്തുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ റിയാലിറ്റി, അതൊരു ഷോയാണ്. ആ സത്യം എല്ലാവരും മനസ്സിലാക്കണം. ഈവൻ ലാലേട്ടനെ വരെ കൊണ്ട് നിർത്തിയിട്ട് അവർ ചെയ്യിപ്പിക്കുന്ന ഒരു ഷോയാണ്. ഇപ്പൊ മോഹൻലാൽ ഒരിക്കലും റിയൽ ലൈഫ് സിനാരിയോയിൽ ഇങ്ങനെ പെരുമാറുന്ന ഒരാളല്ല. ഇവർക്ക് വേണ്ട വിധം അദ്ദേഹത്തെ കൊണ്ട് പെരുമാറിപ്പിക്കുന്ന ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. സിബിൻ ചേട്ടന്റെ ഈ ഒരു ആങ്കറിംഗ് സ്റ്റൈലിനെ പറ്റിയിട്ട് അസൂയയോടെ അല്ല, സീരിയസ്ലി കേട്ടോ, അത് ടച്ചോട് തന്നെ പറയാം. കറക്റ്റായിട്ട് ഈ മീറ്റർ പിടിച്ച് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആങ്കറിംഗിൽ ഇവനൊരു ചൂസൺ ഒരു 3-4 പേരിൽ ഉറപ്പായിട്ട് ഇവൻ കാണും. അടിപൊളിയായിട്ട് കയറി കാര്യം വാക്കുകൾ പറയുന്നതിലും ആൾക്കാരെ നൈസായിട്ട് ഈ പറയുന്ന കോർഡിനേറ്റ് ചെയ്താണ് നമ്മൾ പറയുന്നത്. ഫൺ ഫീൽഡ് ആയിട്ടുള്ള സാധനം. പിന്നെ ഫുൾ എന്റർടൈൻ ആയിട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. അപ്പൊ അല്ല, ഇവരെ ബീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസേ അവരും കുറച്ചുകൂടെ എനർജി. അപ്പം എന്ത് പറ്റും, ഈ എനർജി മുഴുവൻ കിട്ടുന്ന ഷോയ്ക്കാണ്. ഫുള്ള് വൈബാവും, ഷോ വൈബാവും. നമ്മൾ ഇതിനെ ചേച്ചിയായിട്ട് അത് ആ ഗ്രൗണ്ട് ഫീൽഡ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഫീൽഡിൽ നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ വേറെ തലമാവും. ഭയങ്കര സന്തോഷമായിരുന്നു ചേച്ചി എല്ലാം കഴിഞ്ഞ് നിറക്കുമ്പോ ഇതില് നമ്മുടെ ഈ ഷോയിലെ ഈ അടിച്ചുകറി വായില് ലൈക്കും പ്രൈസ് ആയിട്ട് എന്താ കൊടുക്കുന്നത്? ക്യാഷ് പ്രൈസ് ആണോ? അല്ല, നമ്മള് ഹോം അപ്ലയൻസസ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതായത് 1,50,000 രൂപ വില മതിക്കുന്ന ഗിഫ്റ്റുകളാണ്. ഓരോ ലെവൽ കഴിയുമ്പോഴും ഒരു ടോട്ടൽ ഈ 1,50,000 രൂപയാണ് വാല്യൂ. അത് നമ്മളൊരു കോൺസെപ്റ്റ് നിങ്ങൾ കണ്ടാൽ മതി. അങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ സമ്മാനങ്ങൾ അത് കൂടി ചേരുമ്പോൾ 1,50,000 രൂപയുടെ. ഇതിൽ ഏറ്റവും വലിയ ഒരു നല്ല കാര്യം നടന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പല പ്രദേശത്ത് പോയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഈ പറവൂര് ഒരു ഷോ ചെയ്ത സമയത്ത് അവിടെ ആക്ച്വലി ഈ അപ്ലയൻസസ് കിട്ടുന്നത് ഇതിന്റെ ആവശ്യക്കാർ നീഡി ആയിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരു ചേച്ചിയുടെ വീട്ടിൽ ഈ പറഞ്ഞ ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോം അപ്ലയൻസസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇത് കിട്ടി. ഗെയിമിലൂടെ ടേക്കില് ആ ചേച്ചി അത് വളരെ ബോൾഡ് ആയിട്ട് ഡെലിവറി ചെയ്യും. പക്ഷെ ഇവർ അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞിട്ട് നമ്മള് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ സീറ്റിൽ പോയിരുന്ന് കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ ഇരിക്കും കരച്ച്. കാര്യം ശരിക്കും ഇവിടെ വീട്ടിൽ ഇതൊന്നും ഇല്ല. ചേട്ടൻ എന്താ മരം പണിക്ക് ഭയങ്കര നമുക്കത് മാറിയെന്നേ നമ്മൾ കാണും. അതൊന്നും പിന്നെ ടേക്കിലില്ല. ക്രൗഡ് ഹാൻഡ്ലിങ്ങിലും ഗെയിം ഷോസിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് വരുന്നത്. ഇവര് ഒരിക്കലും ചിലപ്പോൾ ലൈഫിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇത് എന്റെ വീട്ടിൽ വാങ്ങിച്ച് എനിക്ക് വെക്കാൻ പറ്റും. അത് ഇങ്ങനെ ഒരു ഗെയിം ത്രൂ ഒക്കെ അല്ലേ? ഇന്നലെ ഒരു ചേച്ചി സുപ്രഭാതത്തിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പങ്കെടുത്ത് കൊണ്ടുപോകൂല്ലേ? എത്ര ഞാൻ പറയുന്നില്ല, വരുന്നു, കിട്ടുന്നു, പോകുന്നു. ഭയങ്കര ഹാപ്പി. സാധാരണക്കാർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. സാധാരണക്കാരേ ഉള്ളൂ ഈ ഗെയിമിൽ, ഫുള്ള് സാധാരണക്കാരുടെ ഗെയിമാണ് ഇത്. പിന്നെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണും കൂടെ. അതിന്റെ കൂടുതൽ സാധാരണക്കാർക്കേ ഉള്ളൂ ഈ പരിപാടി. ആ പ്രദേശത്ത് ഇപ്പൊ നമ്മൾ ആലപ്പുഴ പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, ഇപ്പൊ വേറൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ അങ്ങനെ. അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മൾ നേരത്തെ ഓഡീഷൻ ഒക്കെ ചെയ്ത് അതിന്റെ പ്രോസസ് ഉണ്ടല്ലോ. 2-3 ദിവസം മുമ്പ് ഓഡീഷൻ ചെയ്ത് നടത്തിയിട്ട് നല്ല ചാടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കും.
നൈസായിട്ട് എനിക്കൊരു കൂസ്റ്റം. അല്ലല്ലേ? പിന്നെ നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, രണ്ട് ആങ്കേഴ്സ് ഇപ്പൊ ഞാൻ കുറച്ച് നേരമേ ആയുള്ളൂ, എനിക്കൊരു ആങ്കറിങ് ടിപ്പ്, ലൈക്ക് ഞാനൊക്കെ ഇതുപോലെ ചാനൽസിലൊക്കെ ആങ്കർ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് എനിക്കൊരു ആങ്കർ എന്ന നിലയ്ക്ക് മറ്റൊരു ആങ്കർ എന്തായിരിക്കും ആങ്കറിങ്ങിന്റെ ഒരു ടിപ്പായിട്ട് പറയാൻ? ഞാൻ ആരുമായിട്ടില്ല, ടിപ്പിന്റെ ആളുവിനാണ്. ടിപ്പിടാ അല്ല, കിങ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാലൻസ് ഉണ്ട്. അതായത് ഇവിടെയും ബാലൻസ് ചെയ്യുന്നുണ്ട്, ഇവിടെയും ബാലൻസ് ചെയ്യുന്നുണ്ട്, നല്ല ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സിബിന്റെ അടുത്ത് ഒരു 3 ചോദ്യമെങ്കിൽ എന്റെ അടുത്ത് ഒരു 2, അല്ലെങ്കിൽ എന്റെ അടുത്ത് ഒരു 3 എങ്കിൽ അവിടെ 2. ആ കറക്റ്റ് ബാലൻസ് ഉണ്ട്. അത് എന്തോ വേണം, സന്തോഷമായി. മോളെ വെച്ചടി കേറ്റമാണ്. വേറെ ആങ്കർ നോക്കിയോ, എനിക്ക് ഇങ്ങനെ കിട്ടൂല, പോവാണ് ഫ്ലൈയിങ് അവേ. ബാലൻസ് ചെയ്യാൻ പാടാണ്. കാര്യം ഇത് അടുത്ത ചോദ്യം എന്ന് അറിയണം, അടുത്ത ആൾ മിണ്ടാതിരിക്കുന്നു, മിണ്ടാതെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്തിപ്പുറം എന്നെ സന്തോഷമാക്കി അടുത്ത നിനക്ക് എന്റെ അടുത്തും കൂടെ ആയിട്ട് പോകണം. ഇതുപോലെ ഒന്നും കിട്ടാതെ വരുമ്പോ നമ്മള് ഗെയിമിലേക്ക് പോകും. നമുക്ക് ഗെയിമിലേക്ക് പോകാം. സോ 2 ഗെയിംസ് എനിക്കുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് ഒരു സിമ്പിൾ സാധനത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഗെയിം നടത്തുന്നവരടുത്താണ് ഞാൻ ഗെയിം നടത്താൻ വന്നിരിക്കുന്നത്. കൺഫെഷൻസ് വിത്ത് കിങ്ങിണി. ഞാൻ ഈ ചോദിക്കുന്ന സാധനങ്ങൾ ചിലപ്പം സ്റ്റേറ്റ്മെന്റ്സ് ആവാം. either നിങ്ങൾക്ക് yes or no പറയാം. ഇനിയിപ്പോ അല്ല ഉത്തരം പറയേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യണം, ട്രൂത്ത് ആയിരിക്കണം, സത്യം പറയണം. കൺഫ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ കൺഫ്യൂസ് ചെയ്യാറ്. ഓക്കെ, കൺഫെഷൻസ് വിത്ത് കിങ്ങിണി. ഓക്കെ, ഇത് ചില ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വൽ ആണ്, ചിലത് കോമൺ ആണ്, രണ്ടുപേർക്കും രണ്ടുണ്ട്. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ക്രൗഡിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് കാണുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങി പോയാൽ മതിയെന്ന് പല വട്ടവും തോന്നിയിട്ടുണ്ട്. രണ്ടുപേർക്കും തോന്നിയിട്ടില്ല. അടിപൊളി. ഓക്കെ, ബിഗ് ബോസിൽ പോവാൻ തീരുമാനിച്ചത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. ബിഗ് ബോസിൽ പോവാൻ പറ്റാത്തത് ഒരു തെറ്റായ തീരുമാനമാണ്. യെസ് ഓർ നോ പറയും. യെസ്. ഞാൻ അതിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നില്ല. കാര്യം ഞാൻ ഈ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശല്യപ്പെടുത്തി പ്രൊവോക്ട് ആക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എപ്പോഴും എന്ത് ചോദിച്ചാൽ ഇങ്ങനെ ഈ തണുത്ത് കൊടുത്ത് ഈ അപ്പൊ ഞാൻ എന്റെ ഒരു മെറ്റീരിയൽ അല്ല. പക്ഷെ ഞാൻ ഒരു മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ബിഗ് ബോസിൽ കാണാൻ പറ്റുമോ? അല്ല, ഇതൊന്നും അറിയാത്ത അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. പ്രൂഫുൾ ആയിട്ട് എനിക്ക് അറിയില്ല. വിജയ് അങ്ങനെ മെറ്റീരിയൽ അല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അങ്ങനെയല്ല. വിജയ് ക്യാൻ ഡു ഇറ്റ്. വിജയ്ക്ക് പറ്റിയ ഒരു പ്രതലം വരുമ്പോ അളിയൻ അവിടെ പ്ലേസ്ഡ് ആവും, അളിയന് യൂസ് ചെയ്യാം, കയറി പോവാം. പക്ഷെ എന്റെ ജീവിതം ഇപ്പൊ ഹേറ്റേഴ്സ് ഇല്ല. അതിനകത്ത് പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കരമായിട്ട് മാറുമല്ലേ? പിന്നെ അല്ലാതെ ഫ്ലിപ്പാവും. നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതമല്ല, നമ്മുടെ ലൈഫ് അങ്ങോട്ട് മാറും. അത് ഏത് രീതി വേണോ. അതായത് ഇപ്പം ഈവൻ ഇഫ് യു ആർ എ വിന്നർ ഓഫ് ബിഗ് ബോസ്, നമുക്ക് ബിഗ് ബോസിൽ എപ്പോഴും എല്ലാ കണ്ടസ്റ്റൻസിനും ആരാധകരുണ്ട്. അപ്പൊ നമ്മൾ ടോപ്പ് 5 വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടോപ്പ് 3 വന്നാലും ഈ 3 പേർക്ക് ആരാധകരുണ്ട്. അപ്പം നമ്മുടെ 3 പേരില് ബാക്കി 2 പേരും നമ്മുടെ ഹേറ്റേഴ്സ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ വിന്നറായിട്ട് പുറത്തിറങ്ങിയാലും അല്ലെങ്കിൽ ഇപ്പം ഒരു വിന്നർ 1ാം സമ്മാനം കിട്ടി വെളിയിൽ വരുന്ന ആൾക്കാണെങ്കിലും മറ്റ് പലരുടെ ആരാധകർ അയാളുടെ ഹേറ്റേഴ്സ് ആവും. ഹേറ്റേഴ്സ് ആയാലേ പറ്റൂ. അങ്ങനെയാണ്. ഇപ്പൊ ഒരാൾക്ക് പണ്ട് പറയാറില്ലേ ലാലേട്ടൻ മമ്മൂക്ക, ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് മമ്മൂക്കയുടെ ദേശീയമാണ്, മമ്മൂക്ക ഇഷ്ടപ്പെടുന്നു. സിമിലർലി. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ്. ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ കാണുന്ന, സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ കാണുന്ന, ഇപ്പൊ പൊക്കിക്കൊണ്ട് വരുന്ന ആളെ ചിലപ്പം ഒറ്റ ദിവസം കൊണ്ട് അവർ തന്നെ താഴെ വെക്കും. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നടക്കുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം ഇപ്പൊ മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞാനൊരു കോളേജ് ഷോയിൽ ഒരു ടീമിനെ ബുക്ക് ചെയ്യാണ്. അപ്പൊ ആ കോളേജിലുള്ള ചില കുട്ടികൾ പറയാണ് സിബിൻ ചേട്ടനെ വിളിക്കണ്ട. അപ്പം അവർ എന്താ വിളിക്കണ്ടാത്ത, പുള്ളി കുറെ ഹേറ്റേഴ്സ് ഉണ്ടെന്ന്. അതായത് റീസൺ ഇതാണ്, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്, പുള്ളിയെ വിളിക്കേണ്ടത്. പക്ഷെ ഞാൻ ഇന്നേ വരെ പുറത്തിറങ്ങിയിട്ട് എന്നോട് ഒരാള് പോലും മോശമായി പെരുമാറിയിട്ടില്ല. ഒരാള് പോലും.
എല്ലാ അമ്മമാരും എവിടെ വെച്ച് കണ്ടാലും ഓടി വരിക, കെട്ടിപ്പിടിക്കുക, അവരുടെ മോനെ പോലെ എന്നെ ട്രീറ്റ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ കിങ്ങിണി പറഞ്ഞു തുടങ്ങിയ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിങ് ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടാണ് അക്കൗണ്ട് ആണെല്ലാം. അപ്പൊ ഇവര് നമ്മളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം. ഇപ്പൊ കിങ്ങിണി ആണെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും കിങ്ങിണിയുടെ കരിയർ. ഒരു PR ടീം ഏറ്റെടുത്തിട്ട് കിങ്ങിണിയുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ്, ഇവിടെ ഒരു മോശം ആങ്കർ ആണ്, ഇവിടെ നല്ല ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പടപടാന്ന് കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ അങ്ങനെ സെറ്റ് ആയി പോയി. ഈ കമന്റ് വായിച്ചിട്ട് ഓ ഇങ്ങനെയാണല്ലേ ഇവള്, ഇങ്ങനെ ഡിഫോൾട്ട് ആയിട്ട് അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. സോ ഡെഫിനറ്റ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ എന്താണോ വരുന്നത് അത് വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. അതാണ് കോൺഫിഡൻസിനെ ബാധിക്കത്തില്ല ഇങ്ങനെ കുറെ രണ്ട് രീതിയിൽ എടുക്കാം. അതായത് നമ്മൾ മരവിപ്പ് എന്ന് പറയുമല്ലോ, എന്റെ ജീവിതം മരവിച്ച്, ഞാൻ ഇപ്പൊ ആ സ്റ്റേജിലാണ്. അതായത് ഇതൊക്കെ വായിച്ച് ഞാൻ ഒരു മരവിപ്പ് സ്റ്റേജിലാണ്. ഇത് ഇവന്മാർ എന്ത് വേണം പറഞ്ഞിട്ട് പോട്ടെ, ഐ ഡോണ്ട് കെയർ. അതെന്താ വരുന്നത് വെച്ചാൽ നമ്മൾ റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. റിയൽ ലൈഫിൽ ഇങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ല, കിട്ടുന്നില്ല. ഇപ്പൊ റിയൽ ലൈഫിൽ വരുമ്പോ നീ എന്ത് തോന്നിയ ദിവസം കാണിച്ചെന്ന് ഒരാൾ 10 പ്രാവശ്യം വെച്ച് നമ്മൾ കോൺഫിഡൻസിനെ അഫക്ട് ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നതും കണ്ടും കേട്ടും നിങ്ങൾ തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടൻ ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് പല ഫാമിലി ഫംഗ്ഷൻസിലും ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതിന് മാറ്റം വന്നു, 100% മാറി. അതൊക്കെ മാറി. അതാ പറയുന്നത്, ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ആണെന്ന് വിശ്വസിക്കുന്നവരുടെ കുഴപ്പമാണ്. റിയൽ ലൈഫ് സിനാരിയോ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഞാനൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ചേട്ടൻ, കസിൻ ബ്രദറും ഞാനും ഇരിക്കുകയാണ്. ഒരു ചേച്ചി ഓടി വന്നിട്ട് എന്നെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുക. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരും നോക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിബിൻ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് എന്റെ ചേട്ടൻ റിയലൈസ് ചെയ്യുന്നത്, എടേ ഇതാണല്ലേ ഇങ്ങനെ ഇഷ്ടമുണ്ടല്ലേ നിനക്ക് ആൾക്കാരോട് എന്ന് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് റിയൽ ലൈഫ് സിനാരിയോ പറഞ്ഞു മാറി. ഫേസ്ബുക്ക് അല്ല, സോഷ്യൽ മീഡിയയിലല്ല കാര്യമായിരിക്കുന്നത്. ഓക്കെ, ബിഗ് ബോസിൽ പോകാൻ അഭിനയം അറിയത്തില്ലെങ്കിലും കുറച്ച് അഭിനയം പഠിച്ച് മാത്രമേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. യെസ് കുറച്ചൊക്കെ അഭിനയിക്കണം. പിന്നെ അല്ലാതെ ചുമ്മാ ഇപ്പൊ ഈ ബിഗ് ബോസിൽ കിടന്ന് അടി വെക്കുന്ന പോലെ നമ്മുടെ റിയൽ ലൈഫിൽ അടി വെച്ച് ആഴ്ച കവാല പൊട്ടിക്കുക. ബിഗ് ബോസിൽ ഒന്ന് പറഞ്ഞ മറ്റേ സാധനം കത്തിച്ച് ലൈറ്റ് വന്നില്ല, അയ്യോ ലൈറ്റ് വരുന്നല്ലോ, അതൊക്കെ ഓവർ ആക്ടിങ് അല്ലേ. അല്ലാതെ പിന്നെ റിയൽ ലൈഫിൽ ഗ്യാസ് കത്തിച്ച് മറ്റേ തീ വന്നില്ല. എത്രാമത്തെ സീസണാണ്? ഒരു എപ്പിസോഡിൽ ഞാൻ കണ്ടിട്ടില്ല. മറ്റേ പരിപാടി നീ എന്ത് കാണാത്ത എപ്പിസോഡ് കാണുമ്പോ എന്തോ ഒരു കുറച്ചും കൂടെ സുഖം പിടിച്ചു പോകണം. ഇച്ചിരി ടെൻഷൻ ഉള്ളതൊന്നും കാണാം. എനിക്ക് ഈ വയലൻസ് ഒക്കെ കാണുന്നതൊക്കെ തന്നെ അയ്യോ ടെൻഷനാണത്. പക്ഷെ ചേട്ടാ ഞാനിത് ഇതെന്റെ ക്വസ്റ്റ്യന് കിടക്കുന്നല്ല കേട്ടോ, അല്ലാതെ ഞാൻ ചോദിക്കും. ഇപ്പൊ കുറച്ച് അഭിനയം ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്ന, നമ്മള് റിയൽ ആയിട്ട് നിന്നാലും ലൈക് ആക്ട് ചെയ്യുന്നതും പ്രശ്നം, ആക്ട് ചെയ്യാതിരുന്നാൽ ഒരു നഗ്ന സത്യം വെളിപ്പെടുത്തുകയാണ് നിങ്ങളോട്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോയാണ്. ഇറ്റ് ഇസ് നോട്ട് എ റിയാലിറ്റി. ഇത് റിയൽ അല്ല, അതൊരു ഷോയാണ്. ആ സത്യം എല്ലാവരും മനസ്സിലാക്കണം. കാര്യം ഒരാൾ ഇപ്പൊ ഞാൻ പോയിട്ട്, വിജയ് നേരത്തെ പറഞ്ഞില്ലേ വിജയ് പ്രൊവോക്ക് ചെയ്യാൻ പാടാണെന്ന്, അത് വിജയുടെ ഒറിജിനൽ സ്വഭാവമാണ്. അതുപോലെ എന്റെ ഒറിജിനൽ സിനാരിയോയിൽ എന്നെ എത്ര പേര് പ്രൊവോക്ക് ചെയ്താലും എനിക്ക് അയാൾ ഉപദ്രവിക്കാനോ അടിക്കാനോ ഇടിക്കാനോ ഒന്നും തോന്നില്ല. ബിക്കോസ് ഇവിടെ നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. അതല്ല നമ്മുടെ സോഷ്യലി നമ്മൾ പെരുമാറേണ്ട രീതി എന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ വെൻ ഐ കം ടു ബിഗ് ബോസ് ഹൗസ്, അതൊരു ഷോ ആണെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ക്യാമറയിലൂടെ അവർ പുറത്ത് വിടുള്ളൂ. അവർക്ക് വേണ്ടത് കണ്ടന്റ് ആണ്. അപ്പൊ അതൊരു ഷോ ആണെന്ന് മനസ്സിലാക്കി. ഈവൻ ലാലേട്ടനെ വരെ കൊണ്ട് നിർത്തിയിട്ട് അവർ ചെയ്യിപ്പിക്കുന്ന ഒരു ഷോ ആണ്. ഇപ്പൊ മോഹൻലാൽ ഒരിക്കലും റിയൽ ലൈഫ് സിനാരിയോയിൽ ഇങ്ങനെ പെരുമാറുന്ന ഒരാളല്ല, അല്ലെ? പുള്ളിയെ ചിരിച്ച് വളരെ കൂളായിട്ട് പുള്ളിയെ തെറി പറയുന്ന ഒരു എന്താടാ മോനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയെ വരെ കൊണ്ടിരുത്തിയിട്ട് ഇവർക്ക് വേണ്ട വിധം അദ്ദേഹത്തെ കൊണ്ട് പെരുമാറിപ്പിക്കുന്നത്. പുള്ളി അത് മനസ്സിലാക്കി, പുള്ളി ഒരു അഭിനയിക്കുന്നത് പോലെയാണ് പുള്ളി അത് കമ്പയർ ചെയ്യുന്നത്. സോ ബിഗ് ബോസ് ഇസ് എ ഷോ. അത് നിങ്ങളുടെ റിയൽ ലൈഫ് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ബിഗ് ബോസിൽ നിങ്ങളുടെ സ്വന്തം പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാര് റിയൽ ലൈഫിൽ ഇതാണെന്ന് ചിന്തിച്ചിട്ട് അവനെ ജഡ്ജ് ചെയ്യുക, അവനെ ഒറ്റപ്പെടുത്തുക, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കണ്ടന്റ് ഓർ അവര് ഈ പറഞ്ഞതിന്റെ മേക്കേഴ്സ് കണ്ടന്റ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക, അവര് തമ്മിൽ തല്ലാനോ അടിവെക്കാനുള്ള സാഹചര്യം അവര് തന്നെ ഉണ്ടാക്കും. ഷോ ആണ് ഇത്, വെറും ഒരു ഷോ മാത്രമാണ്. റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഷോ, ഒരു വെറും ഒരു ഷോ ആയിട്ട്. ചില സമയത്ത് നമുക്ക് അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ജീവിക്കാൻ സമ്മതിക്കും. ഒരു വെറും ഷോ ആണ്. നമ്മള് ചേട്ടൻ ഈ ബിഗ് ബോസിൽ ആക്ട് ചെയ്യുന്ന കാര്യം കുറച്ച് നമ്മൾ ഇച്ചിരിതായിട്ട് നിൽക്കണം എന്നുള്ളത് പറഞ്ഞു. പക്ഷെ റിയൽ ലൈഫിലെ നമ്മുടെ ചില ക്യാരക്ടേഴ്സും
അവിടെ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ കാര്യം പഴയ നിങ്ങളൊരു ഇന്റർവ്യൂവിൽ ഇപ്പൊ ആര്യ ചേച്ചി ക്യൂട്ടാണോ എന്ന് ചോദിച്ച സമയത്ത് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടാണ്, ചൈൽഡിഷ് ആണെന്ന് പറഞ്ഞപ്പം ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചൈൽഡിഷ് ആണ്, എൻ്റെ ക്യാരക്ടറിന് എൻ്റെ നേച്ചറിലുള്ളതാണ്, പക്ഷെ ബിഗ് ബോസിനുള്ളിൽ അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഞാൻ ക്യൂട്ട് ഗേൾ ആവാൻ ശ്രമിക്കുന്നതാണെന്നുള്ള രീതിയിൽ വളച്ചൊടിച്ചിട്ടുണ്ട്. അപ്പൊ പല സമയത്തും ഞാനായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്? അല്ല, അത് ആ ഷോ, അതായത് ബേസിക്കലി ഈ ഷോയുടെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. സീസൺ 1 തൊട്ടെടുക്കുക. ഒരു പ്രായമായ ഒരാള്, ഒരു പ്രായമായ ഒരു ചേച്ചി, ഒരു പ്രേമിക്കാൻ സാധ്യതയുള്ള 2-3 പേര്, ഒരു ജിമ്മൻ, ഇതൊരു ഫോർമാറ്റ് ആണ്. ഒരു ടോക്കറ്റീവ് ഗേൾ, ഒരു സാധാരണക്കാരി, പിന്നെ ഒരു പ്രത്യേക LGBTQ കമ്മ്യൂണിറ്റി എന്നൊരാൾ. ഇതൊരു ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റ് ഇവർ എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇവരെ കാസ്റ്റ് ചെയ്യും. അപ്പൊ ഇവർക്കറിയാം ഇങ്ങനെ സിറ്റുവേഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 3-4 പേര് നമ്മളൊരു 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വേറെ ആരോടും സംസാരിക്കാൻ സാധ്യതയില്ല. ഒരു പെണ്ണും ഒരാണും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ അറ്റാച്ച്ഡ് ആവും. അത് പയ്യെ പ്രേമമായിട്ട് അവർ കൺവേർട്ട് ചെയ്യുക, പിന്നെ അതിന്റെ സിറ്റുവേഷൻസ് ഉണ്ടാക്കുക, ഇപ്പൊ ടാസ്കിൽ അങ്ങനെ കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ ഒരാളുടെ സ്വഭാവത്തെ ഇയാളെ ഞാൻ വില്ലനാക്കാൻ തീരുമാനിച്ചു. അയാളുടെ വില്ലൻ പരിപാടികൾ മാത്രമേ പിന്നെ പുറത്തേക്ക് പോവുള്ളൂ. അതായത് ഈ 100-150 ക്യാമറ ഉണ്ടെന്നൊക്കെ ഇവര് പറയില്ലേ. അപ്പം ഇയാള് സമാധാനമായി സംസാരിക്കുന്നത് കാണിക്കണ്ടെന്ന് തീരുമാനിച്ച പോലെ. ശരിയാണ്. എന്റെ ഞാനും വിജയ് ഇവിടെ വളരെ സമാധാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൊട്ടണം. ഞാനും വിജയ് ഇവിടെ സമാധാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും വിജയമായിട്ട് സമാധാനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിക്കണ്ട. ഈ സമയത്ത് വേറെ ഒരു ആക്ടിവിറ്റി കാണിക്കും. എന്നിട്ട് എന്താ, ഞാൻ എന്തോ ഒരു സമയത്ത് ഞാൻ ദേഷ്യപ്പെടുമ്പോ ഇനിയിപ്പം ഇവൻ കരിപ്പ, ഇവനെ കാണിക്കാം. വളരെ ചുരുക്കി പറഞ്ഞ, നിങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, അവരാണ്. ചേട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ തുടങ്ങുന്നതേ അങ്ങനെ തന്നെയാണ്. റോബിൻ ചേട്ടന്റെ ഒക്കെ സീസണിന്റെ സമയത്ത് ആ സീസണിലുള്ള ആൾക്കാർ ഇപ്പൊ റിയാസ്, ദിൽഷയൊക്കെ ഇന്റർവ്യൂ ചെയ്താണ് ഞാൻ ചാനലിൽ ആങ്കർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കുറേ ബിഗ് ബോസ് ആളോട് സംസാരിച്ചതിന്റെ ഒരു ഇതിൽ പറയാട്ടോ, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിരിക്കും ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതിൽ 90% ആൾക്കാരും അതിന്റെ ഉള്ളിലെ പല കാര്യങ്ങളും തുറന്നടിച്ച് പറയത്തില്ല. പക്ഷെ ചേട്ടൻ ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ പറയാം, എന്റെ ഒരു ചിലപ്പോ ഞാൻ നേരത്തെ വിജയോട് നമ്മള് ക്യാമറ കട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത്, എനിക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു ശീലമാണ്. എനിക്ക് അങ്ങനെ ഒളിയും മറയുമൊന്നും വെക്കാൻ താല്പര്യമില്ല ലൈഫിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ എന്റെ കൂടെയുള്ള നല്ല ഫ്രണ്ട്സ് ആണ് എന്റെ കൂടെയുള്ള. ഞാൻ ഇങ്ങനെ തുറന്ന് പറയുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടാത്തത് എന്നെ വിട്ടിട്ട് പോകും. അല്ലാതെ നിൽക്കുന്നവരൊക്കെ വളരെ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്. ചുരുക്കി പറഞ്ഞ ഇപ്പൊ വിജയ് അടുത്താണെങ്കിൽ എനിക്ക് എന്തും പറയാം. അളിയൻ അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ ചേട്ടന്റെ പേഴ്സണലി വരുന്ന നെഗറ്റീവ്സ് ഈ പറഞ്ഞ ആര്യ ചേച്ചിക്കൊക്കെ സ്പ്രെഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? 100%. എന്റെ കൂടെ അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രൊപ്പഗൻഡയാണ്, ഒറ്റപ്പെടുത്തുക. അപ്പം ഒരു റൈറ്റപ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ആള് ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ എഴുതിയതാണ്, ഇവൻ കാരണം നിനക്കുണ്ടായിരുന്ന ഷോ കൂടെ നഷ്ടപ്പെട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അത് വളരെ വാർത്തയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതായത് സിബിൻ കാരണം മര്യാദയ്ക്ക് നീ ഏഷ്യാനെറ്റിൽ ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ഇപ്പൊ നിനക്ക് ഷോ ഇല്ലല്ലോ എന്ന് വരെ കമന്റ് വന്നിട്ടുണ്ട്. അതിന് ഡെഫിനറ്റ്ലി അതിന് അങ്ങനെ ഒരു കമന്റ് വായിക്കുമ്പോ ശരിയാണല്ലോ എന്ന് ചിന്തിക്കില്ലേ പലരും. അപ്പം ആര്യ എന്നെ വിട്ടിട്ട് അവൻ സംസാരിക്കാതിരിക്കും, ഒറ്റപ്പെടുത്തും എന്നുള്ള ഒരു ധാരണ. അതായത് എന്ത് തേങ്ങാക്കൊല വന്നാലും ഞങ്ങൾ അടുപ്പിക്കാൻ പറ്റൂല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. സോ പിന്നെ എന്തിനാ, പിന്നെ അങ്ങ് കേട്ടാ ബാ, അത്രേ ഉള്ളൂ. ഇപ്പൊ ആ പറഞ്ഞ ആൾക്കാർ തന്നെ നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു ഒന്നാവേണ്ടത് എന്ന് കമന്റ് മാറ്റി പറയുന്ന സിറ്റുവേഷനിലേക്ക് സന്തോഷം. നമ്മള് വെറുതെ പറയത്തില്ലേ, സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവന്ന്. ഇവന് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. കാര്യം കുറെ നാൾ മുമ്പ് എന്നെ അറിയാം. അല്ല, അവൻ ആ സ്ട്രഗിൾ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് വേറെ ആണ്, ഇരുത്തിട്ട് പോയിരുത്തിട്ട് ഒരു കാര്യമില്ല. അവൻ ജീവിതത്തെ കൊണ്ട് തെളിയിച്ചു കാണും ഉറപ്പായിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ കൺഫെഷൻ തുടങ്ങിയിട്ട് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നിന്നാണ് നമ്മൾ ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തത്. ഓക്കെ, ബിഗ് ബോസിലെ പല വിന്നേഴ്സും അർഹിക്കാതെയാണ് വിന്നർ ആയെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജയിപ്പിക്കുന്നത് ഫോർ ഷുവർ. അതൊരു മാനദണ്ഡമാണെങ്കിൽ യെസ്, നോ ആണ് ആൻസർ. പക്ഷെ അതല്ലെങ്കിൽ യെസ്. മത്സരിച്ച് കണ്ടസ്റ്റൻസിൽ വെച്ചിട്ട് സാധനം കിട്ടിയിരിക്കും. കുറച്ച് ക്ലോസ് ആവുമ്പം ഓവർ സ്പോക്കൺ ആയതിന്റെ പേരിൽ പിന്നീട് വിഷമിച്ചിട്ടുണ്ടോ? ചില ആൾക്കാരായിട്ട് ഭയങ്കര ക്ലോസ് ആവുമ്പോ ഇല്ല, അതിനൊക്കെ കിടുവാണ്. ഞാൻ കുറച്ച് കമ്പനി കഴിഞ്ഞാൽ എല്ലാം പറയും. പിന്നെ അത് തോന്നിട്ട് പിന്നെ പണിയുന്നില്ല, അവരല്ലേ മാറിയിരുന്ന് പണി തുടങ്ങണം.
പിന്നെ ഇതൊന്നും ചെയ്യണ്ടല്ലോ. ഞാനൊന്നും ചെയ്യണ്ടല്ല. ഇന്നലെ ഞങ്ങളുടെ സ്വപ്നം അതാണ് സത്യം. ആ രാത്രി കണ്ട സ്വപ്നം ഞാൻ ഏതോ ഒരുത്തൻ്റെ അടുത്ത് എന്റെ എല്ലാ ജീവിത കഥയും വെട്ടി തുറന്ന് ഏത് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് വിടുകയാണ്. ഞാൻ കണ്ട സ്വപ്നമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കമ്പനി കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയും. പിന്നെ ഇഷ്ടം പോലെ ഇപ്പോഴും വിഷമിച്ചോണ്ടിരിക്കും. ഓക്കെ. ഫാമിലി ഫംഗ്ഷൻസ് നിന്ന് മാറ്റി നിർത്തിയവരൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഫാമിലി ആണെന്ന് പറയാൻ പോലും താല്പര്യം തോന്നാറില്ല. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അവരെന്നും എനിക്ക് ഫാമിലിയാണ്. ഫാമിലി തന്നെ. അല്ല, എന്നെ മാറ്റി നിർത്തിയതിന്റെ സാഹചര്യം പറയുന്നത്. എനിക്കിപ്പോ അങ്ങനെ, എനിക്ക് അവരുടെ അടുത്ത് അന്ന് ഇന്നും എന്നും സ്നേഹമാണ്. നമ്മൾ അവരായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രശ്നം കഴിയും. ഓക്കെ. നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലാത്ത ഐഡിയയിലുള്ള കോൺസെപ്റ്റ് ഉള്ള ഗെയിം ഷോസ് വന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അക്സെപ്റ്റ് ചെയ്യും. കാര്യം എനിക്ക് ആ ചോദ്യത്തിൽ ചോദിച്ചോ, എനിക്ക് ആങ്കറിങ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വെദർ ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ്, അത് ഞാൻ അതിനെ ഗുഡ് ആക്കാനുള്ള എല്ലാം ശ്രമിക്കും. മോശം ഐഡിയ ആണെങ്കിലും അതെനിക്ക് മോശം തോന്നില്ല. ആ ആൾക്ക് അപ്പോൾ തോന്നിയൊരു സാധനം അതിനെ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആക്കാൻ നോക്കും. കാര്യം ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആങ്കറിങ് കട്ട ഇഷ്ടമാണ്. ചേട്ടൻ ഈ ഇൻസ്റ്റയിലൊക്കെ വരുന്ന മെസ്സേജിനൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? ചേട്ടന്റെ പഴയ ഒരു പോസ്റ്റില് ആരോ ഒരാളിങ്ങനെ നിങ്ങൾ സൂപ്പർ ആങ്കർ ആണെന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലോട്ട് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര സ്വിച്ച് ചെയ്തില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും അല്ല അത് വേണ്ട, അങ്ങനെയല്ല. എനിക്ക് അതിലോട്ട് ഇടിച്ചേറി. ഇപ്പൊ ഇൻസ്റ്റയിൽ നോക്കിയാലും ചിലപ്പോൾ എനിക്ക് 2000 ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൂ. അതിലോട്ട് സ്വിച്ച് ചെയ്ത് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാതായിപ്പോയി. അറിഞ്ഞൂടാ, ഇഷ്ടമില്ലാത്തോണ്ടല്ല, ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ അങ്ങോട്ട് പറ്റിയില്ല. താല്പര്യമുണ്ട്, മെനക്കെട്ട് കഴിഞ്ഞാൽ താല്പര്യമുണ്ട്, പക്ഷെ ചെയ്തില്ല, ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴും കേൾക്കുന്ന മടിയല്ല, അതിന്റെ ഒരു ഫ്ലിക്ക് ഉണ്ടല്ലോ, അതിന്റെ അത് പറ്റിയില്ല. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരണില്ല. തലവേദനയാണല്ലേ ഒരെണ്ണം വിട്ട് ഒരെണ്ണം ഒരു 100 ഒക്കെ അടിച്ച് ഏറ്റവും ഡ്യൂറേഷൻ കുറഞ്ഞ സെക്കൻഡ്സിൽ റീൽ അപ്ലോഡ് ചെയ്യുന്ന മലയാളത്തിലെ ഒരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ ആയിരിക്കും സിബിൻ ചേട്ടൻ. സിബിൻ ചേട്ടന്റെ ചില അങ്ങനല്ല, ചില വീഡിയോസ് ലെങ്തി വീഡിയോസ് ഉണ്ട്. ചില വീഡിയോസ് ഞാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ 3 സെക്കൻഡ് ചിലപ്പോ ഒന്ന് നടന്നു പോകുന്ന ഒരു സാധനം, നല്ലൊരു ക്യാപ്ഷൻ. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അല്ല, ചില വീഡിയോസ് ഒക്കെ അത് റീലായിട്ട് എന്റെ അക്കൗണ്ടിലോ ചേട്ടന്റെ അക്കൗണ്ടിൽ, ഐ മീൻ പോസ്റ്റ് ആയിട്ടായിരിക്കും ചേട്ടൻ ചിലപ്പോൾ ഇടുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ, അറിവില്ല. ഉദ്ദേശിച്ചൊരു 30 സെക്കൻഡ് ആണ്. ഒന്നും ചെയ്തിട്ടില്ല. ഒന്നിലെ കൊളാബ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡാൻസ് പ്രാക്ടീസിന്റെ ഒക്കെ ചില ഇത് മാത്രമേ ഉള്ളൂ. അത് ട്രെൻഡ് ആയിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോ അവന്മാര് ഇൻസ്റ്റാഗ്രാം ഓഡിയോ എടുത്ത് കളഞ്ഞു. ഇപ്പൊ ആക്ഷൻ മാത്രമേ ഉള്ളൂ. കൊച്ചിന് മനസ്സിലായില്ല എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നോക്കിയപ്പോ ചേട്ടന്റെ റീലൊക്കെ കിടപ്പുണ്ട്, മറ്റേ ലിപ്സിംഗ് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. അതുപോലത്തെ പിന്നെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വന്നപ്പം കുറെ അങ്ങനെ 3 സെക്കൻഡ് അപ്പൊ ബാക്കി അല്ല ഇപ്പൊ ചെയ്യുന്നില്ല. കിങ്ങിണിയുടെ പ്രിപ്പറേഷന്റെ ഗുണമാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുന്ന മുഴുവൻ. കേട്ടോ, ഹാറ്റ്സ് ഓഫ്. അല്ല, നിങ്ങൾ ഈ ബിഹൈൻഡ് ദ ക്യാമറ ജാങ്കോ സ്പേസും ബാക്കിയുള്ളവർ അത്രയും പ്രിപ്പയർ ചെയ്ത് അത്രയും സമയം എടുത്തല്ലേ ചെയ്യുന്നത്. അതിന് സന്തോഷം. കൊച്ചിനെയും പൊക്കി അടിക്കുന്നു, എന്നെയും പൊക്കുന്നു. ഞാനും നീ സൂപ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓഡിയൻസ് ഭയങ്കര ബോർ ആണെങ്കിൽ മനസ്സിൽ അപ്പോൾ വരുന്നത്, പക്ഷെ സിറ്റുവേഷൻസ് കൊണ്ട് ചെയ്യുന്നത്. മനസ്സിൽ വരുന്നത് എന്താണ് ആദ്യം, പക്ഷെ പിന്നെ സിറ്റുവേഷൻസ് കൊണ്ട് ചെയ്യുന്നത് എന്താണ്? ആ ഷോ തണുത്തു എന്ന് തോന്നും നമുക്ക്. നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ അവർ ഓൺ ആക്കാൻ ട്രൈ ചെയ്യും. എന്താ ആദ്യം ചെയ്യാം? ഇപ്പൊ ഈ MC ഒക്കെ ആയിട്ട് ചേട്ടൻ പരിപാടിയല്ലേ, എല്ലാരും ഒന്ന് കൈയടിച്ച്. അപ്പൊ നിവർത്തിയില്ലാത്തൊരു കൈയടി. അപ്പൊ ഇതില് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്താലും ചിലരിങ്ങനെ ഇരിക്കും, കൈയടി ഇങ്ങനെ. അപ്പൊ ഞാൻ അവരെ ടാർഗറ്റ് ചെയ്യും. എന്ത് കൈ അടിക്കൂലേ, കൈക്ക് ഭാരം കൂടുതൽ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ അവര് നിവർത്തിയുടെ എംപയർസിനോട് ഞാൻ അടിച്ചേക്കാം. അപ്പൊ ഇത് അപ്പൊ ഇത് ഈ ഒരു കോൺവെർസേഷനിൽ കൂടെ ഉള്ളവരും ആണാവും. അപ്പൊ ഐസ് അങ്ങ് ബ്രേക്ക് കിട്ടും. അതാണ് ചെയ്യാറ്. നെക്സ്റ്റ്, ആങ്കറിംഗ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബ്ലാങ്ക് ഔട്ട് ആയി പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ട്, ഒരുപാട് വട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് ലോകം മാറി നിന്നു. ഞാൻ പിടിക്കുന്ന എങ്ങനെയാ പറയാ. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഒരിടത്തോണ്ട് ലാൻഡ് ചെയ്തിട്ട് മിണ്ടായിരിക്കണേ. ഞാനിങ്ങനെ ഞാൻ വിട്ടതാണ് ഇവർ ഇട്ട് കൊടുത്തത്. അവ അവിടെ ചെന്നിട്ട് എന്നിട്ട് അപ്പൊ ചേച്ചിക്ക് കാര്യപ്പെട്ടിട്ട് ബ്രേക്ക് പറയാടാ. സത്യം നടന്നാണ്. അതായത് ഇവൻ ഇങ്ങനെ പറഞ്ഞു. ഇവൻ പറഞ്ഞല്ലോ, ഇവ കേരനിരകൾ ആടുവാണ്, ഇങ്ങനെ പോവാണ്. കേരനിരകളാടി ഒരു ഹരിത ചാരു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്നിട്ട് അപ്പൊ ഇങ്ങനെ എനിക്ക് കൊണ്ടിട്ട് അളിയാ. അപ്പൊ ഞാൻ പറയുമ്പോഴേ ലാസ്റ്റ് എന്തെങ്കിലും പറയാം അറിയാതെ പറയണ നാറി ഇതൊക്കെ പറയണ നാറി.
ഞാൻ എന്റെ ഇത് പോയി ഞാൻ എനിക്ക് നിൽക്കാം എന്നെ പറയാനിട്ടില്ല എന്നിട്ട് എന്തെങ്കിലും പറയണത് അറിയുന്നായി. അതെ. ഓക്കെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവർക്ക് ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട്. ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നവരെ ഒന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല. ചിലവന്മാരുണ്ടല്ലോ, ചില ആൾക്കാർ അത് ഭയങ്കര വിഷമത്തോട് പറയണ കേട്ടാ, ഭയങ്കര മോശം കമന്റ്സ് ടൈപ്പ് ചെയ്യും, മക്കളെയൊക്കെ ഇൻവോൾവ് ചെയ്യും. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്നത്, അതായത് കൊള്ളണം. ഇവൻ എൻ്റെ ഈ കമന്റ് കണ്ട് ഇവൻ ഉരുകണം. ഞാൻ ഉരുകുന്ന പോട്ടെ, മക്കൾ വായിക്കുമ്പം അവരുടെ അവസ്ഥ. അങ്ങനെയുള്ളവന്മാരെ കൈ കിട്ടിയാലും ഇടിക്കും. അത് ഞാൻ ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറെ ഫേക്ക് ആണെങ്കിലും ചില അമ്മാവന്മാർക്കാണ് ഈ കുഴപ്പം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ആയിരിക്കും. അവർക്ക് 2 മക്കളുണ്ട്, അവരാണ് ഈ പറഞ്ഞ കമന്റ് ഇടുന്നത്. ഡയറക്റ്റ് ആർക്കെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, റിപ്ലൈ കൊടുത്തിട്ടുണ്ട്? പിന്നെ ഒരാളെ ഞാൻ പോക്കിയിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ പിള്ളേരെ പറയാൻ നമുക്ക് നോക്കും. മന്ത്രി പറയുന്ന രാവിലെ 1 2 3 ടോ കത്തി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്ന ചിലരോട് ഇപ്പോഴും മനസ്സിൽ ദേഷ്യമുണ്ട്. ആരോടും ദേഷ്യമില്ല. ഇല്ല മാറി. ആരോടും ദേഷ്യമില്ല. ഓക്കെ, ഉണ്ടെന്നാണെന്നാ തോന്നുന്നേ. മറ്റേ കഷ്ടപ്പെട്ട് ഡിപ്ലോമാറ്റിക് അങ്ങനെയല്ല, ഡെഫിനറ്റ്ലി നോട്ട് ജാസ്മിൻ കേട്ടോ. ജാസ്മിന് ഞാനിപ്പോ ഭയങ്കര കമ്പനി, ഞങ്ങൾ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. ജാസ്മിൻ ഒക്കെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിയ ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കര ഫാൻസാ ജാസ്മിന്റെ വീഡിയോ. പറഞ്ഞത് വെറുതെ അല്ല, ആരോ ഇടയ്ക്ക് എന്തോ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് രാവിലെയും കൂടെ അവള് മെസ്സേജ് അയച്ചുള്ളൂ, അവളവിടെ കാശ്മീരാ തുർക്കിയിലാണ് അല്ലേ. അവൾക്കിപ്പോ നിലത്തിക്കുന്ന സമയമില്ല, അവള് ഫുൾ ട്രാവലാണ്. ഓക്കെ, ഈ 2 പേരോടും കൂടെ ചേട്ടന്റെ സൈഡിൽ നിന്ന് എനിക്ക് ലൈക്ക് നേരത്തെ ഒരു ആൻസർ പറഞ്ഞെങ്കിലും ചേട്ടനോടും കൂടെ ആയിട്ടാ, കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് മനഃപൂർവ്വം ആയിരിക്കും തട്ടിക്കളയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ചേട്ടന്റെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയണം. അതില് ഒരാളുടെ പേര് പറയാൻ പറ്റില്ല, കാര്യം ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. കാര്യം എപ്പോഴും ഈ ക്രിയേറ്റീവ് സ്പേസിലെ പൊളിറ്റിക്സ് വന്നാൽ ഇതിന്റെ ക്രിയേറ്റിവിറ്റി കംപ്ലീറ്റ് നശിക്കും. ഈ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരിക്കും കീ പോസ്റ്റിൽ. അപ്പോൾ ഇവരുടെ വിചാരം ഞാനായിരിക്കും അവരുടെ ശത്രു, അല്ലെങ്കിൽ വേറൊരാളായിരിക്കും ശത്രു എന്ന് വിചാരിച്ചു ഇവരെന്ത് ചെയ്യും, എല്ലാവരെയും ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് വെറും ഒരു പൊളിറ്റിക്സ് അങ്ങോട്ട് അയച്ചിടും. സംഭവം ഏറ്റവും കിടു ഷോയിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. നമ്മൾ അങ്ങ് ആകെ ഡെസ്പറേറ്റ് ആയി പോകും. കാര്യം നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവ് ആകാൻ ശ്രമിക്കുന്നതും അവരതിൽ ആ പൊളിറ്റിക്സ് മാക്സിമം പ്ലേ ചെയ്യും. കാര്യം ഇവർ ഇൻസെക്യൂർ ആണ്, അവർക്കറിയാം അവർ കാരണം അല്ലാതെ നടക്കുന്നതാണ്. അപ്പോൾ അവർ ഇൻസെക്യൂർ ആകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഓവർ പ്ലേ ചെയ്ത് അവസാനം നമ്മൾ ടോർച്ചേർഡായി പ്രശ്നമാവും. ഓക്കെ, ഇത് 2 പേരോടും കൂടെയാണ്. ലൈക്ക് ചേട്ടന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഈ പറഞ്ഞ ചേട്ടൻ DJ ഇല്ലെങ്കിൽ ഡാൻസ് ഒരുപാട് ഇപ്പം ഷോ പ്രൊഡ്യൂസർ അങ്ങനെ ഒരുപാട് രീതിയിൽ ചേട്ടനും വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ ഇഷ്ടം പോലെ ഷോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് 2 പേർക്കായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം, ഞാൻ ഇവിടെ നിന്ന് നിൽക്കേണ്ട ഒരാളല്ലായിരുന്നു, ഇതിലും കുറെ കൂടെ ഒക്കെ മുകളിൽ എത്തേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, എനിക്ക് ഇത് കിട്ടിയത് തന്നെ ഭയങ്കര മോഡാണ്. എന്താണോ ഇപ്പത്തെ ഇത് തന്നെ ഒരു കിങ്ങണി ആലോചിച്ച് നോക്ക്. നമ്മൾ പലയിടത്തും പോകുമ്പോഴേ ഓഡീഷൻസിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഞാൻ മുമ്പുള്ള ഗെയിം ഷോ ഇതിന് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആൾക്കാർ പെരുമാറുന്നത് സംസാരിക്കാൻ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെങ്ങാനും കയറി വന്നാൽ നമ്മളൊന്ന് 7 ആയാലും അമ്മാതിരി ലെവലുള്ള ടീമുകൾ വരും. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര ഭാഗ്യം, പക്കാ ലോട്ടറിയാണ്, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. 100% എവിടെയാണോ ഞാനിപ്പോ നിൽക്കുന്നത് ഞാൻ അതിന് നന്ദിയോടെ ഭയങ്കര. ഇപ്പൊ ചേട്ടൻ നിൽക്കുന്ന ലൈഫിലെ വെച്ച് കണക്ട് ചെയ്തൊരു പാട്ട് പറയാൻ പറഞ്ഞ ഏത് പാട്ടായിരിക്കും? ഇപ്പോഴത്തെ ലൈഫ് അതുമായി ബന്ധപ്പെട്ട ഏത് പാട്ടാ ചേട്ടൻ ആലോചിച്ചോ? അടുത്ത മംഗളങ്ങൾ ഓക്കെ, ചേട്ടനാണെങ്കിൽ ജിങ്കി ജക്ക് ജാക്കി ജിങ്കി ജക്ക ഇതുപോലെ വായിക്കില്ലേ കൂടെയുള്ള, അപ്പൊ നല്ല കൂൾ മൂടാണ്. നിന്റെ അമ്മ പിന്നെ സുഹിത്രയുണ്ട് കുറച്ച് മുമ്പേ പറഞ്ഞു. ഓ, ആ സുഹിത്രാണ്. ഇതാണ് ഇവന്റെ ലൈൻ. ഏത് ഷോയിൽ പോയാലും ഒരു കോഴിയെ സെറ്റ് എന്തെങ്കിലും വായി നോക്കാൻ ഒരാള് വേണം. എന്നെ വായി നോക്കി പാവം ഭാര്യ. ഓക്കെ, നമുക്ക് അടുത്ത ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇവന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഒക്കെ കട്ടാണ്, അതറിയാവോ? ഇന്റർനെറ്റ് ഇല്ല, കേബിൾ ഇല്ല. ഇവന്റെ ഈ കോഴിത്തരൊക്കെ അവന്റെ ഭാര്യ കാണൂലേ, എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കാണോ? ഫുള്ള് റെസ്ട്രിക്ഷൻ ആണ്. മൊബൈലിൽ റീചാർജ് ചെയ്ത് കൊടുക്കൂല. ഇപ്പോഴും മറ്റേ ഫോണാണ് അവളുടെ, മറ്റേ ചുടുകട്ട ഫോൺ. അതെനിക്കൊരു സ്പെഷ്യലാണ്. ഞാൻ ആദ്യം എടുത്ത ഫോൺ തൊട്ട് ഇതുവരെയുള്ള ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അല്ല ഞാൻ ഫസ്റ്റ് ഫോൺ മറ്റേ പാമ്പ് മറ്റേ മുട്ട വിഴുന്ന ഫോൺ. അതുമല്ല, അതാണ് ഇപ്പൊ ഭാര്യ കൊടുത്തേക്കണം. അതല്ല ഞാൻ പറയുന്നത്, പണ്ടല്ല അത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് അല്ല, അത് വേറെ കാര്യം.
നമ്മുടെ പഴയ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൊക്കമുണ്ട്, മറ്റേ കോഡ്ലെസ് ഒക്കെ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതുവരെയുള്ള അല്ല, ഞാൻ ഒരു മ്യൂസിയം പോലെ കുറച്ച് കഴിയുമ്പോൾ ഇതൊരു മ്യൂസിയം ആവുകയാണെങ്കിൽ ഞാൻ അതായത് അവൻ പറഞ്ഞിരുന്നത് അവൻ ബൈ ബർത്ത് റേച്ച് എന്നാണ്. നിങ്ങൾ മൊബൈൽ കാണുന്നതിന് മുന്നേ ഉണ്ട്, ഞാൻ ബൈ ബർത്ത് റേച്ച് ആണ്. അല്ല ആ സമയത്തെ വിളമ്പിനൊക്കെ പോയി കയ്യിലെത്തിയ പൈസ ഒക്കെ ഉണ്ട്, ചുമ്മാ പോയിട്ടില്ല, ചുമ്മാ ഇവൻ പോയിട്ടില്ല, ഞാൻ പോയിട്ടുണ്ട്. അല്ല പോവാൻ താല്പര്യമുണ്ട്, പൈസക്ക് പോയിട്ടില്ല, കൂട്ടുകാരുടെ പോയിട്ടുണ്ട്. പേര് വരെ പറയാം, എന്താണ് ബാബു കാറ്ററിംഗ് സർവീസ്, ബാബു ഡെക്കറേഷൻസ്. അത് നിങ്ങളുടെ അവിടുത്തെ, ഇത് ഞങ്ങളുടെ അവിടെ. രണ്ടും രണ്ടാ. ഓക്കെ, ഞാൻ ഈ സോങ്ങിന്റെ സെക്ഷൻ പറഞ്ഞായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗെയിമാണ്. കാര്യം രണ്ടുപേരും പാട്ടുമായിട്ട് കണക്ഷൻ ഉണ്ട്. ചേട്ടന് ഡി ജെ ആയിട്ടുള്ള ബന്ധവും, ചേട്ടൻ ഒരു പാട്ട് റിയാലിറ്റി ഷോ പാട്ട് കേട്ട് വൈഫ് നല്ല സിംഗറാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചിരുന്നാണ് കുറച്ച് മുമ്പ് ചോദിച്ചത്. കറന്റ് ലൈഫ് ലൈക്ക് ഒരു സോങ് ആയിട്ട് പറയാം. നെക്സ്റ്റ് ഫ്യൂച്ചർ, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇതിനെ ഒരു പാട്ടായിട്ട് പറഞ്ഞ എന്ത് പറയും? എന്തെങ്കിലും എനിക്ക് കിട്ടി, എനിക്ക് പാട്ട് നീ പറഞ്ഞു. എനിക്ക് താമര കണ്ണൻ ഉറങ്ങിയാണ് പിള്ളേരുമായിട്ടൊക്കെ ഒരു പാട്ടൊക്കെ പാടി സുഖത്തി തോർത്തൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. അതാണ് ഭാവി പ്ലാൻ. ഞാനൊരു മോട്ടിവേഷൻ സോങ് ആണ് പ്രതീക്ഷിച്ചത്. അത് കട്ട മോട്ടിവേഷൻ ആണ്. ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ലൈഫ്, ഫാമിലിയിലും കൂട്ടുകാരും ഇതും വേണം. കൂട്ടത്തിൽ വേറെ ഇന്റീരിയർ വേറെ എന്തെങ്കിലും സ്മൂത്ത് ആയിട്ട് പോകണം. ഓക്കെ, ശിവൻ ചേട്ടന്റെ മോഹങ്ങളെ പാടായിരുന്നു, നന്നായിട്ട് പാടും. ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടണേ ശ്രമിക്കും. ഓക്കെ, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒരു പാട്ടിന് പറയും. ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. എനിക്ക് എന്തോ പാടണം, ഒരു പിടി പാട്ടൊന്നും മരുന്നില്ല. താമസിക്കുന്ന സന്തോഷമുള്ള ജീവിതം നയിക്കുന്ന ഒരു പാട്ട് പാടലിയാ ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പൊ 2 കിളികളുണ്ട്, ഇനി 3, 4, 5. അപ്പൊ കറക്റ്റ് ആണ്. അത് എന്നിട്ടേ നീ ഫസ്റ്റ് പാടേണ്ട പാട്ടി 1-ാം കിളിയാണ്. 1-ാം കിളി ഇതൊരു 5-6 കിളികളായിട്ട് കഴിയുമ്പോ നീ ഒന്ന് തളരും. അപ്പൊ നീ മറ്റേ പാട്ട് ഒരു നേഴ്സറി കിട്ടി ആദ്യം വിചാരിച്ചതിനെ പറ്റി പറഞ്ഞ കെട്ടിപ്പിടിക്കുന്ന ഇൻട്രോക്കെ ആണെങ്കിൽ മറ്റേ സാധനം ശാരി പോയൽ മേരി അതുണ്ട്. ശരിയല്ലേ? അത് കറക്റ്റ് ആണ്. സങ്കടം വന്നിരിക്കുമ്പോ കേൾക്കുന്ന പാട്ട്, ഞാൻ സങ്കടമുള്ള പാട്ട് കേട്ടിരുന്ന സങ്കടം വരുമ്പോ പാട്ടൊന്നും കേൾക്കില്ല, കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും പാട്ട് കേൾക്കുമ്പോ സങ്കടം വരാറുണ്ടോ? വെറുതെ ഒരു എനിക്ക് ആക്ച്വലി ഏത് സങ്കടം പാട്ട് ഏത് വന്നാലും എനിക്ക് വിഷമം വരും. ഞാൻ ഭയങ്കര കണക്റ്റഡ് ആണ് സോങ്സ് ആയിട്ട്. അപ്പൊ ഏത് പാട്ട് വന്നാലും എനിക്ക് സങ്കടത്തിന്റെ പാട്ട് വന്നാൽ എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അവിടെ ഞാൻ മാറ്റമാറ്റിക്കള് എനിക്ക് ആ ജ്ഞാപകം കേൾക്കുമ്പോഴേ എനിക്കും താരാട്ട് പാട്ട് കേൾക്കുമ്പോ ചിലപ്പം കണ്ണൊക്കെ നിറയും. ചിലതൊക്കെ ഓർമ്മ വരുന്ന ജ്ഞാപകം ചേട്ടന് ഏറ്റവും ദേഷ്യമുള്ള ഈ പറയുന്ന ഹേറ്റ് ക്യാമ്പയിൻ ഒക്കെ പോലെ നടത്തുന്നില്ല, ഇങ്ങനെ മോശം കമന്റ് ഇടുന്ന അങ്ങനെ ഭയങ്കര ദേഷ്യം ഒരാളാണ് മുന്നിൽ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ചേട്ടനോ? ഇല്ല, എനിക്ക് ഒരു ഹേറ്റ് കമന്റ്സും വരാറില്ല. ആകെപ്പാടെ ഒരു 5 പേര് ഇടും. ഇഷ്ടമുള്ളതാണെങ്കിലോ ഈ ഹേറ്റ് കമന്റ്സ് ഒക്കെ ഇടും. ചേട്ടന് ഇഷ്ടമല്ലാത്ത ഒരാൾ വന്നത് പാട്ടല്ലേ? ഇഷ്ടമുള്ള നീ എന്ത് പാട്ട് പാടും? നീ ഇനി ഡിപ്ലോമാറ്റിക് ആയാ നിന്നെ ഡിപ്ലോമാറ്റിക് അല്ല, എന്ത് അത് വരാത്തോണ്ട് അപ്പടകാളി അതൊക്കെ. ചേട്ടൻ വൈഫിന് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിലും പിന്നെ വൈഫ് എടുത്തില്ലെങ്കിൽ പാട്ട് അതൊക്കെ പാട്ടില് ഒരു കലിപ്പ് പാട്ട്, ദേഷ്യം വരുന്നൊരു പാട്ട് ഫോൺ എടുക്കാത്ത ഞാൻ പാട്ട് ചേച്ചി ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തില്ലേ ഞാൻ അപ്പൊ വേറെ ആരെങ്കിലും വിളിക്കും. ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നതാണ്. ആര്യല്ല, 2 ഫ്രണ്ട് BH ഭാര്യ. നമ്മള് ഈ ലീപ് ഇയർ എന്നൊക്കെ പറയൂലേ, 4 വർഷം ജോലിക്ക് അതുപോലത്തെ സാധനമാണ്. നല്ല അടിപൊളി സാധനം. അതെനിക്ക് കൊള്ളാം. BH സൂപ്പർ ആയിട്ടില്ല. കൊള്ളാടാ വിജയ്. എന്റെ ആര്യക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ് ആണ് മക്കളെ. എന്നോട് ആഗ്രഹം നമ്മുടെ
ഗുഡ് ഫ്രണ്ട് വളരെ നല്ല ഫ്രണ്ട് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു 1 hour ആയും തോന്നുന്നു ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തീർന്നാ പൊക്കോണ്ടിരിക്കുന്നു. എനിക്ക് കഴിയണമെന്നില്ലായിരുന്നു, പക്ഷെ നമ്മുടെ ആണല്ലേ. അപ്പൊ നമ്മൾ വന്ന കാര്യം വന്ന കാര്യം നമുക്ക് അടിച്ചു കയറി ഞങ്ങളെ സൂര്യ ടിവിയിൽ ഞങ്ങളുടെ പുതിയ ഷോ വരെയാണ്. മെയ് 31-ാം തീയതി വൈകുന്നേരം 6 മണി മുതൽ ഞങ്ങളുടെ ടെലികാസ്റ്റ് തുടങ്ങുകയാണ്. ശനി ഞായർ. അതെ, പിന്നെ അന്ന് തുടങ്ങിയിട്ട് എല്ലാ ശനിയും ഞായറും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ്. നമ്മുടെ ഏറ്റവും പുതിയ ഷോ മൈജി ഫ്യൂച്ചർ പ്രസൻസ്. സോ ചേട്ടാ, ഇത്രയും നേരം രണ്ട് ചേട്ടന്മാർക്കും ജോയിൻ ചെയ്തതിനും ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ഫണ്ണായിട്ട് നല്ലൊരു കോൺവെർസേഷൻ എനിക്ക് തന്നതിനും ഒരുപാട് താങ്ക്സ്. ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കും ഞാൻ വിശ്വസിക്കുന്നു. എത്രയും വേഗം കപ്പിൾ ഇന്റർവ്യൂ എനിക്ക് എടുക്കാൻ പറ്റട്ടെ. ഭാവിയിൽ ചേട്ടന്റെ സുചേച്ചിനെ എടുക്കാൻ പറ്റട്ടെ. ഇത് ഉറപ്പിച്ചോണം. നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് കൂടാ. ഓക്കെ, എന്തായാലും നമുക്ക് കിങ്ങിനെ അടിപൊളിയായിരുന്നു. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. So sweet, Ada. Well balanced, so sweet, to the point. Hats off. Thank you. Comfortable. Thank you. അപ്പോൾ താങ്ക്സ് ഫോർ ജോയിനിങ് ചേട്ടാ. താങ്ക് യു.